24 ബിഗ് ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ പി.വി. അൻവർ എം.എൽ.എ. ക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതിലാണ് രഹസ്യാന്വേഷണം. ആരോപണങ്ങൾക്ക് പണമിടപാട് നടന്നോ, പോലീസ് സേനയിൽ നിന്നുള്ളവർക്ക് പങ്കുണ്ടോ തുടങ്ങിയവയിൽ അന്വേഷണം ഉണ്ടാകും. ഇന്റലിജൻസ് ADGP നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ചാണ് വിശദമായ അന്വേഷണം നടക്കാൻ പോകുന്നത്. വിവരങ്ങളുമായി ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. ദീപക്, മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായി പി.വി. അൻവറിനെ തള്ളുന്നത്, രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ അൻവർ മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതും വിമർശനം ഉന്നയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്റലിജൻസ് അന്വേഷണം കൂടി വരാൻ പോകുന്നു. അൻവറിന് പിന്നിലാര് എന്നുള്ള ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദം രൂപപ്പെട്ടത് മുതൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇന്റലിജൻസ് അന്വേഷണത്തിന്റെ സ്വഭാവം, അതിനെ എങ്ങനെ കാണണം ദീപക് ധർമ്മടം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി സമയമെടുത്ത് ഈ കാര്യത്തിലെ നിലപാട് വ്യക്തമാകുന്നു. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി പ്രാഥമികമായ ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റു റിപ്പോർട്ടുകളും എല്ലാം പരിഗണിച്ച ശേഷമാണ് ഇന്നലെ അൻവറിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞത്. പക്ഷേ എന്നാൽ ആ നിലപാട് തള്ളിപ്പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ തള്ളിപ്പറയുന്ന രീതിയിലായിരുന്നു അൻവർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി എന്ന് ആവർത്തിച്ച് അൻവർ പറയുകയായിരുന്നു. ഇതിന് ശേഷമാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും സർക്കാർ അൻവറിന്റെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടോ, ഗൂഢാലോചനയിൽ സ്വർണ്ണക്കടത്തുകാർക്ക് ബന്ധമുണ്ടോ, പണമിടപാട് നടന്നിട്ടുണ്ടോ, പോലീസ് ഉദ്യോഗസ്ഥരിൽ ആരൊക്കെ ഇതിൽ പങ്കാളികളായി എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ പോകുന്നു. നേരത്തെ ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇന്നലെ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതിന് ശേഷവും അൻവർ നടത്തിയ കടന്നാക്രമണം അൻവറിന് വിനയാകുന്നു എന്ന സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അൻവറിന്റെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്റലിജൻസ് അന്വേഷണം വരാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളി പറഞ്ഞതോടെയാണ് പി.വി. അൻവർ എം.എൽ.എ.ക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരുന്നത് എന്നുള്ളതുകൂടി ശ്രദ്ധേയമാണ്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, പോലീസ് സേനയിലുള്ളവർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് രഹസ്യമായ അന്വേഷണം നടക്കാൻ പോകുന്നത്. ഇന്റലിജൻസ് ADGP നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ചാണ് വിശദമായ അന്വേഷണം. ഒരു റിപ്പോർട്ട് കൂടി കാണാം. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, പിന്നിൽ ആരൊക്കെയുണ്ട്, സാമ്പത്തിക ഇടപാട് നടന്നോ, പോലീസിൽ നിന്ന് ആരൊക്കെ വിവരങ്ങൾ ചോർത്തി നൽകി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് സർക്കാർ നീക്കം. ഇക്കാര്യങ്ങളിലെല്ലാം സംസ്ഥാന ഇന്റലിജൻസ് രഹസ്യാന്വേഷണം നടത്തും. പോലീസിന്റെ രഹസ്യം ചോർന്നതും ഫോൺ ചോർത്തലും SOG ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന നീക്കങ്ങൾ പുറത്തുപോയതും ഏറെ ഗൗരവത്തിലാണ് ആഭ്യന്തര വകുപ്പ് എടുത്തത്. ഇതിൽ പ്രത്യേക അന്വേഷണം നടത്തും. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം നേരത്തെ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് വിശദമായ രഹസ്യാന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തത്. പി.വി. അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കിയ വാർത്താ സമ്മേളനത്തിന് ശേഷവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കും ADGP M.R. അജിത് കുമാറിനുമെതിരെ അൻവർ ആരോപണങ്ങൾ ആവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതുവരെ എടുത്ത സമീപനമല്ല അൻവറിന് നേരെ ഇനി ഉണ്ടാവുക എന്നത് വ്യക്തം. പാർട്ടി സമ്മേളന സമയത്ത് അൻവറിന്റെ ആവർത്തിച്ചുള്ള ആരോപണത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിലും അമർഷമുണ്ട്. തെറ്റു ചെയ്തവർക്കെതിരെ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കുമെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മാധ്യമ ഗൂഢാലോചനയുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ 24നോട് പറഞ്ഞു. തനിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരസ്യ നിലപാടിൽ പി.വി. അൻവർ ചില നേതാക്കളോട് പ്രതിഷേധം അറിയിച്ചതായും വിവരമുണ്ട്. 24 കോഴിക്കോട്.